നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തി റെഡിയായി കാണുമാവോ? ഏട്ടത്തി വിളിച്ചോണ്ട് വേണം ശിവാനിയെ കാണാൻ പോവാൻ. എന്തായാലും നീ ഏട്ടത്തി ഒന്ന് ഞേട്ടും. മറന്ന് പെർഫ്യൂം അടിച്ചില്ല, ഇനി അതിൻ്റെ ഒരു കുറവാണ്. മോളെ. അമ്മേ, അച്ഛനെല്ലാം കഴിച്ചോ? അമ്മ, പിന്നെ ഞാൻ പ്രണവിന്റെ കൂടെ പുറത്തു പോവാ. എന്തിനാ? എന്തിനാണെന്നൊന്നും അവൻ പറഞ്ഞില്ല. അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം, റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. നീ കാര്യം ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ പറയണ്ടേ. അതൊരു സർപ്രൈസ് ആണെന്നാ എന്നോട് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് കാര്യം അറിഞ്ഞാൽ മതിയെന്ന്. ദേ വിളിച്ചു, ഞാൻ പോട്ടെ. നിക്ക് നിക്ക് നിക്ക്, പോവാൻ വരട്ടെ. എന്റെ അടുത്ത് സമയം ഒരുപാടായി, ഇനി വയ്യ പോകുന്നവരെ നടക്കത്തില്ല. ആദ്യം നമ്മൾ എന്തിനാ പോകുന്നേന്ന് പറ. എന്റെ പൊന്നെ അടുത്ത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ? അതിവിടെ വെച്ച് പറഞ്ഞ എന്തോ അതിനൊരു ത്രില്ല്. അതിൽ കുറച്ചുള്ള ത്രില്ലൊക്കെ മതി. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞാലേ ഞാൻ നിന്റെ കൂടെ വരും. പ്ലീസ് ഏട്ടത്തി ഒന്ന് വാ. അത് ഏട്ടത്തി കാണുമ്പോഴുള്ള ഞെട്ടൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറയാത്തത്. പ്ലീസ് ഒന്ന് നേരിട്ട് കാണാം. അത് വേണ്ടാന്നേ. പറ, നമ്മൾ എവിടേക്കാ പോകുന്നത്? ഈ യാത്രയുടെ ഉദ്ദേശം എന്താണ്? അത് പറഞ്ഞല്ലാതെ ഞാൻ നിന്റെ കൂടെ വരുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. തനിച്ചങ്ങ് വയ്ക്കൂ. തനിച്ചു പോയിട്ടൊരു കാര്യമില്ലല്ലോ. അത് ഏട്ടത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൊണ്ടുപോകുന്നേ. എങ്കിൽ പിന്നെ പറ, എന്തിനാ പോകുന്നേ? ശരി, ഏട്ടത്തിക്ക് സർപ്രൈസ് ആണെങ്കിൽ പിന്നെ എനിക്ക് അന്ന് നിർബന്ധം. ഞാൻ പറഞ്ഞേക്കാം. പറ. അതെ, ഞാൻ പറഞ്ഞ 1 വേ ട്രാഫിക് ഇല്ലേ, അത് 2 വേ ആയി. അമ്പടാ. അതെ ഏട്ടത്തി, ഞാൻ ആ പെണ്ണെ അങ്ങ് പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് എന്തുവാ, അവളും ഓക്കെ പറഞ്ഞു. അപ്പൊ നിന്റെ ലവ് സക്സസ് ആയി എന്നാണോ നീ പറയുന്നേ? അതെ ഏട്ടത്തി, ഞാനിപ്പം കട്ട പ്രണയത്തില്ല. അപ്പൊ എന്റെ അനിയന് ഓൾ ദ ബെസ്റ്റ് കൊടുകൈ. ഇനി സബ്ജക്റ്റിലേക്ക് വാ. എന്റെ അനിയത്തിയായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കയറാൻ പോകുന്ന ആ പെണ്ണിന്റെ പേരെന്താ? നാളെന്താ? നാടെവിടെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? എവിടെ വരെ പഠിച്ചു? ജോലി വല്ലതുണ്ടോ? കാണാൻ എങ്ങനെയുണ്ട്? ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കടാ. എന്റെ ഏട്ടത്തി ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തോ പറയാനാ? എന്നാ പിന്നെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാടാ. വേണ്ട, അതിനല്ലേ ഞാനിപ്പോ ഏട്ടത്തിയെ കൊണ്ടുപോന്നേ. ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ, ഈശ്വരമംഗലം വീടിന്റെ അടുത്ത മരുമകളായി വരുന്നവളെ ആദ്യമായിട്ട് കാണേണ്ടത് എന്റെ നിധി ഏട്ടത്തിയാ. അവളെ കാണിക്കാനല്ലേ ഞാനിപ്പോ ഏട്ടത്തിയെ കൊണ്ടുപോന്നേ. ഏട്ടത്തി ഒന്നൊന്ന് കണ്ട ഏട്ടത്തിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ അവളെ പ്രസന്റ് ചെയ്യാൻ പോവാ. വേഗം വാ, അവളെ കാത്തിരിപ്പുണ്ടോ അവിടെ? വാ. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി വാ. ഇനി എന്തോ പ്രശ്നം? ഞാൻ കാര്യം പറഞ്ഞില്ലയോ? എന്താ പെണ്ണിന്റെ പേര്? പേരെന്ന് പറയടാ, എന്താ നിന്റെ ലവറിന്റെ പേര്? അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നേരിട്ടാണുമ്പോ അവളോട് തന്നെ ചോദിച്ചാൽ മതി, മോളെ നിന്റെ പേരെന്തുവാന്ന്. അതല്ലേ അതിനൊരു ഇത്. ശരി, അത് സമ്മതിച്ചു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഉഫ്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് അവളോട് എണ്ണീറ്റ് പോകത്തേ ഉള്ളൂ. വേഗം ചോദിക്കാം അങ്ങോട്ട്. എടാ, ലക്ഷണം കണ്ടിട്ട് എനിക്ക് ഈ പ്രണയം ചുരുങ്ങിയ ദിവസം കൊണ്ട് നിന്റെ അസ്ഥിയിൽ പിടിച്ച പോലെ ഉണ്ടല്ലോ. അത് സത്യമായിട്ടത്തി പറഞ്ഞേ. ഉറക്കത്തിൽ പോലും എനിക്കിപ്പോ അവളെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഒരു പക്ഷേ ആ പെണ്ണിനെ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏട്ടത്തി, ഏട്ടത്തിയുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒന്നും എനിക്കും ഇഷ്ടമാവില്ലല്ലോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏട്ടത്തിക്കും ഇഷ്ടപ്പെടുന്നതന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? അങ്ങനെ ഏട്ടത്തിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാന്ന് നീ കരുതണ്ട. അത് നടക്കില്ല. ഏട്ടന്തോട്ടാ ഇങ്ങനെ? ഇങ്ങനെയില്ല. പാറു, പാറു നിങ്ങോട്ട് വന്നേ. പാറു, അതാ വരുന്നു. എന്താടാ? പാറു, ഇവൻ എവിടേക്കാ പോകുന്നെന്ന് പാറുവിന് അറിയാവോ? കാര്യങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടു. ആ, നിതിനെ കൊണ്ട് ഇവൻ പെണ്ണ് കാണാൻ പോവാ. അതായത് പാറു എന്റെ ഭാവി മരുമോളെ കാണാൻ പോകുന്നു. എന്റെ അമ്മ അങ്ങനെയൊന്നുമില്ല. ആദ്യമായിട്ട് ഏട്ടത്തി ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പോവാണെങ്കിൽ ഞാനും വരും, പാറുവും വരും. ആ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. അതെന്താ പറ്റാത്തത്? ഞങ്ങളും കൂടി വന്ന എന്താ കുഴപ്പം? പാറു, വേറെ റെഡിയോ, നമുക്കും പോവാം. ആ, അതല്ല ഏട്ടാ, ഞാനേ ഏട്ടത്തെ കൊണ്ട് ചെല്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് വേറെ സസ്പെൻസ് കൂടെ ഉണ്ട്. ഏട്ടത്തെ ആദ്യം കാണട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കൊണ്ടുപോവാം. വന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഏട്ടത്തി. ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഏട്ടാ പ്ലീസ്. അമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് കാണാലോ. അമ്മയെങ്കിലും ഒന്ന് പറ ഏട്ടൻ്റെ അടുത്ത് പ്ലീസ്. എടാ, അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ, ഓക്കെ. തൽക്കാലം നമ്മൾ ക്ഷമിക്കുന്നു. പോയിട്ട് വാ. രക്ഷപ്പെട്ടു. പ്രണവ്, അടുത്തത് സകലതും തൊലച്ച്. നിനക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും അവളെ ഈ വീട്ടിലെ മരുമകളായി കൂട്ടിക്കൊണ്ടുവരാനുമെല്ലാം നിന്റെ ഏട്ടത്തിയുടെ സമ്മതം മാത്രം മതിയോ? എന്റെ അനുവാദം വേണ്ടേ? ആന്റി, ആക്ച്വലി അങ്ങനെയല്ല. നിധിക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ